മോഹന മൂത്ത് നോക്കിയിട്ടോ. ഓ കുമാര നീ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നിക്കാണ്ട് ഇങ്ങടെ ഇറങ്ങടപ്പാ. ഇറങ്ങന്നല്ല അത്. ആ കോണി എടുത്ത് അങ്ങോട്ട് ചെന്നേ. ചോദിച്ചു നോക്കാം. ഈ കരിങ്കണ്ണമ്മത്തേടെ വീട് എവിടെയാ? കരിങ്കണ്ണമ്മത്തേടെ വീട് ഇവിടെ അടുത്താണോ? എന്താടാ നോക്കി നിക്കണേ? പണിയെടുക്കാൻ വയ്യെങ്കിപ്പോ. എന്തിനാ മത്തായിയെ കാണണേ? മത്തായിയെ കാണാനല്ല, മത്തായിയുടെ തൊട്ടടുത്ത വീട്ടിലെ അമ്മുക്കുട്ടിയമ്മയെ കാണാനാ. അവരുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരി വേണമെന്ന് പറഞ്ഞിരുന്നു. കരിങ്കണ്ണൻ മത്തായിയുടെ വീട് ഏതെന്ന് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു. ആന്റപ്പാ, ഓ ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിവാരുടെ പറമ്പും കൂടി കേറിയിട്ട് നിർത്തിയാ മതി കേട്ടോ. ആയിക്കോട്ടെ. വരടോ. നിങ്ങൾ എവിടെന്നാ വരണേ? ചേലക്കരയെന്നാ. ഇതെന്റെ ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടിയാ. കുട്ടിയാ? കുട്ടിയുടെ പേരെന്താ? സ്വർണ്ണലതാന്നാ. നല്ല ബെസ്റ്റ് പേരാണല്ലോ. എല്ലാരും പറയാറുണ്ട്. അല്ലെങ്കിലും സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഹായ്, എന്താ അവന്റെ ഒരു സ്പീഡ്? എയറോപ്ലെയിൻ വരണ പോലെയല്ലേ വരവ്. നോക്കണ്ട, ആ ചെക്കൻ വീണതാ. മനുഷ്യൻ കാരണം സൈക്കിൾ ഔട്ടാനും പറ്റില്ല നാട്ടില്. അതെ, ഈ മത്തായി എന്ന് പറയുന്നത് ഞാൻ തന്നെയാ. ശകുന്തളയുടെ മുമ്പിൽ രണ്ടേ രണ്ട് മാർഗമേ ഉള്ളൂ മീനാക്ഷി. ഇതാണോ കുട്ടപ്പനാശാരി പറഞ്ഞ സാധനം? ഇത് കോട്ട മൈതാനത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, ആകെ ഒച്ചയും ബഹളവും. 7 മണി മുതൽ 10 മണി വരെക്കും TV കാണുന്നുള്ള നിർബന്ധം അത്ര. വന്നപ്പോഴേ അത് പറഞ്ഞതാ. ഇനി 10 മണി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടുള്ളൂ. നിനക്കല്ലേ ജോലിക്കാരി വേണമെന്നുള്ള നിർബന്ധം? ആ, അതൊക്കെ നമ്മൾ പറഞ്ഞ് ശരിയാക്കും. കുട്ടീനെ മാറ്റി കെട്ടാറായി, പാലൊക്കെ കുറഞ്ഞു തുടങ്ങി. ഓ സ്വർണ്ണലതേ, ഓ മുറ്റടിച്ചു കഴിഞ്ഞ് ചാണകം വാരി തൊഴുത്തൊന്ന് കഴുകിയിടണം. അയ്യോ, ചാണകത്തിന് മണം കേട്ടാ എനിക്ക് ഓക്കാനം വരും. എന്താ നിങ്ങളുടെ നാട്ടിലെ പശുക്കളൊന്നും ചാണകം ഇടാറില്ലേ? നാട്ടിലെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞ. പശുവിന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഈ കാര്യം പറഞ്ഞത്. താനാരാ പശുവിന്റെ വക്കീലോ? എന്നെ പണി പഠിപ്പിക്കാൻ വരില്ലേ? ഞാൻ വീട്ടുജോലി തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ പെണ്ണെ? ദേ, പെണ്ണെ കണ്ടെന്നൊന്നും വിളിക്കണ്ട, എനിക്കൊരു പേരുണ്ട്, സ്വർണ്ണലത. പേരൊക്കെ ഗംഭീരം. എന്താ ഒരു പുച്ഛം? പിടിച്ചില്ലേ? പിടിച്ചു. കർത്താവേ, നിങ്ങളിത് എന്തിനാ കായ്ക്കൊല കണ്ണും വെച്ച് നിൽക്കുന്നത്? ഇങ്ങ് പോരെ, അത് അവിടെ നിന്നൊന്ന് മൂത്തോട്ടെ. അത് തന്നെയാടി ഞാനും ഓർത്തത്. ഭാരക്കൂടുതലുള്ള കൊലയാ. ഒരു താങ്ങ് കൊടുത്തില്ലെങ്കിൽ പതോ ഒന്ന് താഴെ വീഴും. ഇപ്പൊ സമാധാനം ആയല്ലോ. എന്റെ റീത്താമ്മേ, ഞാൻ പറഞ്ഞില്ലേ താങ്ങ് കൊടുക്കണമെന്ന്. കടക്ക് ബലം പോരാ. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നെന്ന്? ഇത് വലിയൊരു ദേ, അവിടെ നിന്നേ. എന്തേ? എങ്ങോട്ടാ? പിന്നെ അമ്പലത്തേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാനേ ഇന്നലെ കൊത്തിയിറക്കിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുത്തിരിക്കുക. അവറ്റകൾ കുറച്ചു കാലം കൂടെ ഒന്ന് ജീവിച്ചോട്ടെ. എന്റെ ഈശോയെ, ഇതെന്തൊരു പരീക്ഷണാണ്. ഓ, പരീക്ഷണം. എന്റെ ഈശോയെ, എന്റെ കൊല കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എത്ര നാളെ വെള്ളം കോരിയതാ. ചായ. എന്താടി ഇത്ര നേരത്തെ? സരള ടീച്ചർ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇതെപ്പോഴാണ് ഈ സൈക്കിൾ വാങ്ങിച്ചത്? മേടിച്ചതല്ല, ബോംബെയിലുള്ള അമ്മാച്ചന്റെ ഗിഫ്റ്റാ. പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. കുഴപ്പമാണെന്നാ എനിക്ക് തോന്നണേ. കയ്യിലിരിപ്പ് വെച്ച് അവൾ അധികം കാലം വാഴണ ലക്ഷണം. കരിനാവ് വെച്ചൊന്നും പറയല്ലേ പ്ലീസ്. കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ കരിനാവായി, കരിങ്കടനായി. ഇതെന്താ രാവിലെ തന്നെ മത്തായി ചേട്ടൻ ഒരു ചാട്ടം? കണ്ട, ഇപ്പൊ തെങ്ങീന്നും പനേന്നും പഴയ പോലെ കള്ള് കിട്ടില്ല എന്നാണ് എല്ലാവർക്കും പരാതി. പക്ഷെ സുഗുണന് മാത്രം എന്നും കുടം നിറച്ച് കള്ള. ഇതെന്താ അമ്മേ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ ഒരാളെ നടത്തിയിരിക്കുന്നത്? ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്വർണ്ണലതയ്ക്ക് പരുത്തിക്കുരച്ച് ശീലല്ല അത്ര. പണ്ട് ഇതുപോലെ ആട്ടുകല്ലിൽ ഉഴുന്നരച്ചപ്പോഴാ എന്റെ കയ്യിന്റെ വിരല് ചതഞ്ഞത്.
ഒരാഴ്ചയാ ഞാൻ മരുന്ന് വെച്ച് കെട്ടി നടന്നേ. വയസ്സുകാലത്ത് എന്റെ അമ്മയെ സഹായിക്കാനാണ് നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കുട്ടപ്പനാശാരിയോട് പറഞ്ഞ കാശ് ഞാൻ തരുന്നില്ലേ, എന്നിട്ട് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്താ? ദേ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഇത്രയും പരിഷ്കാരമില്ലാത്ത വീട്ടിൽ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. പശുവിനെ വളർത്തുന്നവരെ ഞാനും കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. കടയിൽ നിന്ന് കാലിത്തീറ്റ വാങ്ങി വെള്ളത്തിലിട്ട് കൊടുക്കും, പണിയും കഴിഞ്ഞ്. ഹോ, ഇതൊക്കെ ഏത് കാലത്തെ ശീലങ്ങളാണാവോ. മത്തായിച്ചാന്റെ കരിനാക്ക് ഭരിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നു. നീ എന്താടാ കഴുത കഴിഞ്ഞ ആഴ്ച വരാതിരുന്നത്? കാത്തിരുന്ന് ഞങ്ങളുടെ കംപ്ലീറ്റ് പ്രോഗ്രാം തെറ്റി. എടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ, അപ്പോഴാ മിനിസ്റ്റർ ഒരു മിന്നൽ വിസിറ്റ്, പെട്ടുപോയി. നീ ആ പോലീസിലെ പണി വിട്ടിട്ടിങ്ങുവാ, എന്റെ ഫാക്ടറിയിൽ നിന്നെ മാനേജരാക്കാം. ഏത് ആ കൈക്കോട്ടും പിക്കാസും ഉണ്ടാക്കുന്ന സാധനത്തിലോ? എന്താണ് നിനക്ക് ഇത്ര പുച്ഛം? നീ വന്ന് നോക്ക, ഭയങ്കര പ്രോഗ്രസ്സാ. നില ഒഴാനും പുല്ല് പറിക്കാനുള്ള യന്ത്രങ്ങൾ വരെ ഉണ്ടാക്കി തുടങ്ങി. ഈ പാലക്കാട് ജില്ലയിലല്ല ഇത്രയും നല്ലൊരു സ്ഥാപനം എന്ന് നീ പറയുന്നല്ലേ? ഞാൻ മാത്രമല്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ പീതാംബര സാറ് വന്ന് എന്നെ കണ്ട് തോളി തട്ടിയിട്ട് പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ എന്ന്. അറിയാം എടാ, ഒരു വിഡ്ഢി സ്വയം പുകഴ്ത്തും, ഒരു ബുദ്ധിമാൻ വിഡ്ഢിയെ പുകഴ്ത്തും. നിന്റെ കാര്യത്തിൽ രണ്ടും കറക്റ്റ്. മാനേജരാക്കാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തു. നീയൊക്കെ പോലീസ് ഇൻസ്പെക്ടറായി ജന്മം പാഴാക്കുന്നതല്ല. എന്നിട്ട് പരിപാടികൾ പറ, എന്തായി? ഒക്കെ ഗംഭീരമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറെ കാലമായിട്ട് പൂട്ടിക്കിടന്നല്ലേ, അതുകൊണ്ട് വീണ്ടും തുടങ്ങുമ്പോൾ ക്ലബിന്റെ പേരൊന്ന് മാറ്റണം. ഉദ്ഘാടനത്തിന് നൃത്യങ്ങൾ, തിരുവാതിരകളി, നാടകം. പ്രൊഫഷണൽ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും. നടന്നു തന്നെ. എടാ, നീ നാട് വിടുന്ന കാലത്തുള്ള കേരളം അല്ലത്. വല്ല മിമിക്രിയോ സിനിമാറ്റിക് ഡാൻസോ ബുക്ക് ചെയ്യും. അല്ലാതെ നാടൻ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആളെ കിട്ടില്ല. മാത്രമല്ല, അതൊക്കെ പഴഞ്ച ഏർപ്പാടാ. നമുക്ക് ആ പഴഞ്ച ഏർപ്പാടുകൾ വീണ്ടും കൊണ്ടുവരണം പാല. അതൊക്കെയല്ലേ നമ്മുടെ സംസ്കാരം, നമ്മുടെ മണ്ണ്, നമ്മുടെ കാറ്റ്, നമ്മുടെ നാടൻ കല. ഓ മതി. എന്തു പറഞ്ഞാലും നമ്മുടെ മണ്ണ്, നമ്മുടെ കാറ്റ്. എടാ, നിനക്കാരെങ്കിലും നൊസ്റ്റാൾജിയിൽ കൈവശം തന്നുണ്ടോ? സന്ധ്യക്ക് നീ അമ്പലപ്പറമ്പിലോട്ട് വാ. ഈ നാടിന്റെ പൊതുവികാരം അപ്പം നിനക്ക് മനസ്സിലാവും. ശരി. ഇതാണ് മാതൃകാ ഭാര്യ. ഭർത്താവ് വരുമെന്ന സൂചന കിട്ടിയപ്പോ തന്നെ മീന്, ഇറച്ചി. നസ്രാണി പെണ്ണിനെ കിട്ടിയാനുള്ള ഗുണമെന്ന് വേറെ തന്നെയാണ് കേട്ടോ. മലപ്പുറത്ത് എന്റെ സ്റ്റേഷന്റെ അടുത്തൊക്കെ നല്ല മൊഞ്ചത്തി കുട്ടികളുണ്ട്. മീനും ഇറച്ചി മാത്രമല്ല, നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ച് തരും. നോക്കട്ടെ? വേണ്ട വേണേ, നമുക്ക് ഇങ്ങനെ ഫ്രീ ബേർഡായിട്ട് പറന്ന് നടന്നാ മതി. പറക്കുമ്പോ സൂക്ഷിക്കണം, വല്ല കെണിയിലോ വലയിലോ ചെന്ന് കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയാലും അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഊരി പോരാനുള്ള വിദ്യ എനിക്കറിയാം. അല്ലേ? എത്ര പ്രാവശ്യം ഊരി പോന്നിരിക്കുന്നു അല്ലേ? അതൊക്കെ പഴയ കാര്യങ്ങൾ. വെറുതെ ഇവിടെ നിൽക്കുന്നു. അപ്പച്ചനെ അമ്മച്ചൊക്കെ കാണാറുണ്ടോ? പിന്നെ കാണാതെ. നിന്റെ അപ്പച്ചന്റെ കരിങ്കണ്ണിന്റെ ശക്തി വളരെ കൂടി വരിക. ആ ചെത്തുകാര സുഗുണന്റെ കള്ളും കൂടെ ഒരൊറ്റ വാചകം കൊണ്ട് അങ്ങനെ പൊട്ടിച്ചളഞ്ഞു. വെറുതെ അല്ല, നമ്മുടെ മുറ്റത്തേക്ക് മൂവാണ്ട മാവില്ലേ, അത് ഈ വർഷം ഭയങ്കരമായി പൂത്തതാ. ഇതെന്താ മോനെ പൂത്തിരി കത്തിച്ച പോലെ ഉണ്ടല്ലോ എന്നൊരൊറ്റ കമന്റ് ഫുൾ കരിഞ്ഞു പോയി. സത്യം പറഞ്ഞ എനിക്ക് എപ്പോഴും മൂപ്പര് വിളിക്കാൻ പേടിയാ. നീ പേടിക്കണം, അത് മത്തായിച്ചേട്ടന് കരിങ്കണ്ണുള്ളത് കൊണ്ടല്ല. എന്റെ വീട്ടിൽ വന്നിരുന്ന് കണ്ണും കൈയും കാണിച്ച് അങ്ങേരുടെ ഈ മോളെ നീ തട്ടിയെടുത്തില്ലേ? തനിച്ച് നിന്നെ കിട്ടിയ ഇപ്പോഴും ഇടി ഉറപ്പാ. ഇതെന്താ പഠിക്കലോ ഉപയോഗം? ഇങ്ങോട്ട് കയറുന്നൂടെ? പിന്നെ വരാം മാഷേ. ചെല്ലേ, നിന്റെ കാരണവർക്ക് ദേഷ്യം പിടിക്കണ്ട. പറഞ്ഞേ. മക്കളെത്തി. അപ്പൊ നിങ്ങളുടെ ഫാമിലി സെന്റിമെന്റ്സ് നടക്കട്ടെ. വൈകിട്ട് കാണണേ. ശരി. ആഹാ, വാ. അച്ഛൻ ഇപ്പൊ വന്നേളൂ. കലാപരിപാടികൾ എന്തായാലും കൊള്ളാം, പക്ഷെ ഉദ്ഘാടനത്തിന് കാവ്യമാധവനെ കിട്ടണം. അയ്യോ, ഞാൻ വിചാരിച്ച ഐശ്വര്യ റായെ കൊണ്ടുവരാന്നാ. കാവ്യമാധവൻ മതി. ആ കുട്ടി ചന്ദനക്കുറിയും തൊട്ട് കൈകൂപ്പി ഓഡിയൻസിന് നേരെ ഒന്ന് പുഞ്ചിരിച്ചു നിന്നാ പിന്നെ നിലവിളക്ക് വേണ്ട. തൽക്കാലം നിലവിളക്ക് മതി. ഇതേ നാട്ടുകാർ നടത്തുന്ന പരിപാടിയാ. എല്ലാ കാര്യത്തിലും നാട്ടുകാർ തന്നെ മതി. നാടകത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. എടാ, അഭിനയിക്കാൻ ആളെ കിട്ടുമെന്നല്ലേ? അതൊക്കെ ആയി കഴിഞ്ഞു. ഇനി രണ്ട് കഥാപാത്രങ്ങളെ തീരുമാനിക്കാനുള്ളൂ. ഒരു നായിക, ഒരു വില്ലൻ. വില്ലൻ ബാലേട്ടനല്ലേ? ഞാനോ? എനിക്കൊന്നും പറ്റില്ല. പറ്റും. അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം. എടാ, ഉഗ്ര നാടകം കേട്ടോ. തമാശയല്ല. ഒന്നാമത് എനിക്ക് നേരമില്ല. തോന്നുമ്പോ ലീവ് എടുത്ത ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല എന്റെ. മാത്രമല്ല, സാമാന്യം നല്ല പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഇവിടെ വന്നിട്ട് നാടകം കളിച്ചിട്ട് ആ പേരുകളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹളം വെക്കണ്ട, അവൻ സമ്മതിക്കും. അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അത് മതി. നായികാരിയും അതിലൊരു സിനിമാ നടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. സിനിമാ നടികളെ വേണമെങ്കിൽ അജയം വിചാരിച്ച കിട്ടാതിരിക്കോ? ഇപ്പോഴത്തെ ആരെയും നമുക്ക് പരിചയമില്ലല്ലോ. കേട്ടാ തോന്നും പണ്ടുള്ളവർ മുഴുവൻ നിന്റെ പരിചയക്കാരായിരുന്നു. എന്താ സംശയം? എടാ, ഉണ്ണിമേരിയുടെ സിൽക്ക് സ്മിതയുടെ കൂടെ ഞാൻ നിൽക്കുന്ന ഞാനിങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എന്റെ ആൽബത്തില് നീ കണ്ടിട്ടില്ലേ? ഇല്ല. പിന്നില്ലാതെ. എടാ, കാശ് കൊടുത്താ കരീന കപൂറിന് ഉമ്മ കൊടുക്കുന്ന ഇപ്പൊ ഫോട്ടോഷോപ്പിൽ ചെയ്ത്. അതിപ്പോ ഞാൻ പറയുന്ന 10-20 കൊല്ലം മുമ്പാ. അന്ന് എവിടെ ഫോട്ടോഷോപ്പ്? പിന്നെ സിനിമാ നടികൾ പോട്ടെ, അതിലും എത്രയോ സുന്ദരിമാരായ കാമുകിമാരുണ്ടായിരുന്നു എനിക്ക്. അതിൽ ഒരെണ്ണത്തിന് ഈ സ്റ്റേജിൽ കൊണ്ട് നിർത്തിയാല് ഈ മാരാര് കണ്ണും തള്ളിയിരുന്നേനെ. നീ ഒരു ഭാഗ്യവൻ തന്നെയാണോ? ഭാഗ്യം മാത്രമല്ല മാരാരെ, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ.
യൗവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. ബോംബെ പോകുന്ന വരെയുള്ള ഒരു 4-5-7 കൊല്ലം, ഓ അതായിരുന്നു ബാച്ചിലർ ലൈഫ്. എന്നിട്ട് കോടമ്പക്കം അന്ന് സുന്ദരികളുടെ കേന്ദ്രമാണ്. നല്ല എണ്ണക്കറപ്പുള്ള തമിഴ് തരുണിമണികൾ, ജമന്തി പൂക്കളും കരിമണി മാലയൊക്കെ ഇങ്ങനെ കുണുങ്ങി നടക്കുന്ന കന്നഡക്കാരികൾ, മഹാലിംഗപുരത്ത് അയ്യപ്പ ക്ഷേത്രത്തില് തൊഴാനെത്തുന്ന നമ്മുടെ മലയാളി കുട്ടികള്. ഓ എന്റെ മോനെ, അതൊരു കാലം തന്നെയാണ്. അജയേട്ടന് എത്ര പ്രേമം ഉണ്ടായിരുന്നു. ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, ഇവിടെ ഈ പൂമ്പാറ്റ പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് ഒരു പൂമ്പാറ്റ ജീവിതം. പൂമ്പാറ്റ പരാഗണ കൃത്യത്തെ കാര്യത്തിലേവാ നായികാരി. അല്ലല്ല, ഞാൻ പെട്ടെന്ന് പഴയ കാലത്തിൽ ചെന്ന് പെട്ടുപോയി. അതൊന്ന് തലേന്നൊന്ന് ഇറങ്ങട്ടെ. അയ്യോ, തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. മറ്റേ പാർട്ടി എവിടെ പോയി? ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് മതിയായി, എനിക്ക് മതിയായി. ഈ മാസത്തെ ശമ്പളം മുഴുവൻ വാങ്ങിച്ചോണ്ടാ പോയത്. എന്നാൽ എന്താ, പോയി കിട്ടിയല്ലോ. നീ എന്തിനാ കറങ്ങി ഇവിടെ നിൽക്കുന്നത്? അമ്മായി വിളിച്ചിട്ട് വന്നതാ. എനിക്ക് കുറുന്തോട്ടി ഇട്ട് കുറച്ച് എണ്ണ കാച്ചാനുണ്ടായിരുന്നു. ആ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞതാ. പിന്നെ ഓരോന്നും എടുത്തും പിടിച്ചും ഈ നേരായി. നീ അവിടെ വീട്ടിലൊന്ന് ആക്കി കൊടുക്ക്. നിനക്ക് രാത്രി ആവുന്നതിന് മുമ്പ് വീട്ടിൽ പോയിക്കൂടെ? ആ പാടൊന്ന് കടത്തി വിട്ടാൽ മതി, അവള് പോയിക്കോളൂ. വന്നാട്ടെ. ഇനി ഒരു വേലക്കാരെ നിർത്തുന്നതിനെ പറ്റി ചിന്തിക്കണ്ട കേട്ടോ. അമ്മായി കോല് മുറിച്ചിട്ടു. അല്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരെണ്ണത്തിന് ഇപ്പൊ കിട്ടൂല. അജേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്നോട് എങ്ങനാ പറയാന്ന് വിചാരിച്ചിട്ട്. എന്തേ? പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊരു പേടി, അതാ. അത്രയ്ക്ക് വലിയ കാര്യമാണോ? സാരല്ല, പറഞ്ഞോളൂ. എനിക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാനെന്ന് വിചാരിക്കരുത്. സത്യത്തിൽ പെട്ടെന്നല്ല, കുറെ ദിവസമായിട്ട് ആലോചിക്കുക. ദൈവമേ, ഇത്ര വലിയൊരു സസ്പെൻസ് ആണോ? നിന്റെ അച്ഛന് വിരോധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അമ്മ ചിലപ്പോ വേണ്ടാന്ന് പറയും. സമ്മതം അല്ലെങ്കിൽ അത് പറയാൻ തീരെ മടിക്കണ്ട. എനിക്ക് വിഷമാവോ എന്ന് വിചാരിക്കുകയും വേണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. നിനക്ക് ഞങ്ങളുടെ നാടകത്തെ ഒന്ന് അഭിനയിച്ചൂടെ നായികയായിട്ട്? 2 രംഗങ്ങളേ ഉള്ളൂ, അധികം സംഭാഷണങ്ങളും ഇല്ല. ഒരുപാട് പേരെ ട്രൈ ചെയ്ത് നോക്കി, അതാ ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. നീ ചെയ്താണ്ടല്ലോ കലക്കും. അജേട്ടന്റെ വട്ടി ഇത്രത്തോളം മൂക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. പ്ലീസ്. അയ്യോ, ഞാനൊന്നുമില്ല. ഇടി ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നടക്കില്ല ചേട്ടാ, ഞാൻ കാണാൻ വരാം. നാടകം ബോറാണെങ്കിലും കൈയടിക്കാം. അഭിനയിക്കാൻ വേറെ ആളെ നോക്കിക്കോ. എത്തിയോ? ഇവളെ കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ അജേട്ടൻ പൊക്കോ. ഇടി നമ്മുടെ നാടകത്തിന്റെ കാര്യം പറ്റില്ല. ഒന്നുകൂടെ ആലോചിക്കേ. നീ അഭിനയിക്കുന്ന നാടകത്തില് ഇയാളില്ലേ? ഒരു പട്ടി അഭിനയിക്കുന്നില്ല.